എന്തായാലും വന്നപ്പോൾ എന്നോട് പറഞ്ഞു രജനീകാന്തിന് തെറി പറയുന്ന ഒരു സീനാ 2-3 ഡയലോഗേ ഉള്ളൂ, ആര് വേണമെങ്കിലും തെറി പറയ്ക്ക് പൈസ ഒട്ടിയാടിയെന്ന് പറഞ്ഞു ഞാൻ. എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് എന്നും വേണ്ടപ്പെട്ട ഓരോ ഓഡിയൻസിനും എന്നും ചിരിക്കാവുന്ന ഒത്തിരി മുഹൂർത്തങ്ങൾ നൽകിയ, നിങ്ങൾക്ക് തന്നെ അറിയാം കസ്തൂരിമാനിലെ ഒരു കഥാപാത്രം, അതിലെ ചതിക്കാതെ എന്തൊരു ഓരോ കഥാപാത്രങ്ങളും നമുക്കെന്നും എന്നും റീലായിട്ടും അതുപോലെ തന്നെ തഗ്ഗായിട്ടും കയറി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു കലാകാരിയാണ് നമ്മളപ്പോൾ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അങ്ങനെ വലിയ ദുഃഖങ്ങളൊന്നും ഇല്ലെങ്കിൽ സുഖവും ദുഃഖമായിട്ട് അങ്ങനെ പോകണം. അറിയാം, നമുക്ക് കുറച്ച് വിശേഷങ്ങൾ നമുക്കറിയാം. ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലരും സംസാരിച്ചിരുന്നു. എന്തായാലും വളരെ സന്തോഷം ചേച്ചി. ചേച്ചിയുടെ ഒരു കാറാടത്തെക്കുറിച്ച് ചോദിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ചാനലുകാർ ആഗ്രഹിക്കുന്നതാണ്. പല ഓഡിയൻസും പലപ്പോഴും എഴുതി ചോദിക്കുന്നുണ്ട്, ജഡ്ജിയുടെ ഇൻ്റർവ്യൂ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ചോദിക്കുന്നത് ഈ നാടക കാലഘട്ടം എങ്ങനെയായിരുന്നു? നാടകഘട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ നാടക കാലഘട്ടമൊന്നും അല്ല. അന്നത്തെ കാലഘട്ടം പട്ടിണിയും പരിവട്ടവും പട്ടിണിയും പൈസ ഇല്ലായും ഒക്കെ ആയിരുന്നു. 40 രൂപ 50 രൂപയൊക്കെ ആയിരുന്നു അന്ന് ശമ്പളം. അപ്പം ഞാൻ ആദ്യമായിട്ട് പോയത് 25 രൂപയ്ക്ക്. എല്ലാവർക്കും 20, 5 രൂപ കൂടുതലുണ്ടായിരുന്നു. അന്ന് 25 രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ ഇന്നത്തെ 25,000 അന്ന് 25,000. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതൊക്കെ തരണം ചെയ്ത് വരുന്ന കാലഘട്ടം. ഏതൊക്കെ തരം വേഷങ്ങളായിരുന്നു ചേച്ചി ചെയ്തിരുന്നത്? എല്ലാ വേഷവും ചെയ്തിട്ടുണ്ട്. അമ്മ ക്യാരക്ടർ, നായകനും ഒക്കെ ചെയ്തിട്ടുണ്ട്. നാടകത്തിൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ വന്നെ ചിരിച്ചു വന്നപ്പോൾ മനുഷ്യൻ. അതിനകത്തല്ല ഇന്നത്തെ ഈ ഇതൊന്നുമില്ല. ഡ്രസ്സിങ് റിഹേഴ്സലും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ഫൈനലിന് മുമ്പ്. അപ്പോൾ ഈ ഡ്രസ്സിങ് റിഹേഴ്സൽ ഇട്ടാലല്ലേ മ്യൂസിക് തീരുന്നതിൻ്റെ മുമ്പ് ഡ്രസ്സ് മാറി വരേണ്ട സീനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കരിങ്കക്കേരി വിദ്യൻ എന്നൊക്കെ പറയും. ഞങ്ങൾ എല്ലാം കൂടി പടയൊരുക്കം നാടകം കളിക്കുകയാണ്. വേണു, എൻ്റെ പേരും മറന്നുപോയി. ദിനേശ് പള്ളത്ത് എഴുതിയ ആദ്യ സ്ക്രിപ്റ്റ്. ദിനേശ് പള്ളത്ത് ഇന്നത്തെ എഴുത്തുകാരൻ. ദിനേശ് പള്ളത്ത് എഴുതിയ സ്ക്രിപ്റ്റാണ് ഈ പടയൊരുക്കം നാടകം. അത് വേണു എന്ന് പറഞ്ഞ ഒരുത്തരാണ്. അന്ന് അവൻ ദുബായിലാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അവൻ്റെ ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ മറന്നു, ട്രൂപ്പിൻ്റെ പേര്. അപ്പോൾ അവൻ സ്കൂൾ പഠിക്കുമ്പോഴും കൂടി എഴുതിയിട്ടില്ല എന്ന് അവൻ പറഞ്ഞത്. അപ്പോൾ ഞാനൊക്കെ ചേട്ടനാണ് അത് ഡയറക്ഷൻ ചെയ്തത്. അപ്പോൾ ദിലീപിൻ്റെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു സുധ, വേറൊരു ദിലീപ് മരിച്ചുപോയി. അപ്പോൾ അവൾക്കാണ് എൻ്റെ വേഷം കൊടുത്തായിരുന്നത്. എനിക്കൊരു കോമഡി വേഷമായിരുന്നു. അപ്പോൾ ശ്രീനിച്ചേട്ടൻ്റെ ഇതിൽ എന്നപ്പോൾ ശ്രീനിച്ചേട്ടൻ പറഞ്ഞു ആ നായിക വേഷം ലീലയ്ക്ക് കൊടുക്കണം. പക്ഷെ ഞാൻ കോമഡിയല്ല ചെയ്യല്, എനിക്കതായിരുന്നു ഇഷ്ടം. എന്തായാലും അത് ഒക്കെ പറഞ്ഞു ഒക്കെ ഇതായിട്ട് അന്ന് ഇതൊന്നും ഉണ്ടായിട്ടില്ല, ഡ്രസ്സിംഗ് റിഹേഴ്സലൊന്നുമില്ല. ഡ്രസ്സിംഗ് റിഹേഴ്സൽ ഇല്ലാണ്ടാണ് പരിപാടി വെച്ചത്, ഇനാഗ്രേഷൻ വെച്ചത്. ഓഡിറ്റോറിയം നിറച്ച ആൾക്കാരാണ്. ഒരു മ്യൂസിക് ഇട്ടിട്ട് ആ മ്യൂസിക് തരുന്നതിൻ്റെ മുമ്പേ ഞാൻ ചെല്ലണം, ഡ്രസ്സ് മാറുകയും വേണം. അറിയാൻ പാടില്ല. സ്റ്റേജാണെങ്കിൽ ഒരുപാട് പൊക്കമുള്ള സ്റ്റേജാണ്, കോണിയുണ്ട്, അപ്പുറത്തുകൂടി നമ്മൾ ചെന്ന് കയറണം. അതിനൊന്നും നേരമില്ല. അവിടെ മ്യൂസിക് തുടങ്ങിയപ്പോൾ ഈ 8 ഡ്രസ്സ് അഴിച്ചിട്ടിട്ടുള്ളൂ, അടിപ്പാവാട മാത്രമേ ഉള്ളൂ, ബ്ലൗസുണ്ട്, അടിപ്പാവാടയും ബ്ലൗസും മാത്രമേ ഉള്ളൂ. മ്യൂസിക്കോടെ കാക്കരിയേ, ഞാൻ വിളിച്ച കാക്കിരി നോട്ടെ, കാക്കിരിയേ എൻ്റെ സാരിയുടെ തല പിടിയിടാന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യനോട് ഒരു തല പിടിയിടാൻ, എന്നിട്ട് പിടിച്ചിട്ട് എവിടെയാണ് കുത്തേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ നീ എപ്പോഴെങ്കിലും കുത്തുമെന്ന് പറഞ്ഞു. ഇത് കുത്തി അവിടെയും ഇവിടെയും ഒക്കെ കൂടി പിടിച്ച് കുത്തിയപ്പോഴേക്കും മ്യൂസിക് തീരാറായി. സാരിയുടെ തല അവൻ ഇങ്ങനെ ഇട്ടിടുന്ന് പിടിച്ചോന്നും പറഞ്ഞു കാഞ്ഞിട്ട് എങ്ങനെയോ എൻ്റെ കൈ കൂട്ടി കാഞ്ഞൊക്കെ പിടിച്ച് ഇറങ്ങി ചെല്ലുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി സാരി ഉടുത്തതൊക്കെ അങ്ങനത്തെ ഉടുക്കലാണെന്ന്. അപ്പോൾ ഇതിൻ്റെ നായയുടെ പല്ല് പോലത്തെ ഉള്ള സ്റ്റേജാണ്. ചെരുപ്പാണെങ്കിൽ ഇത്ര ഉയരണ്ടാവും. അവൻ്റെ ഒപ്പം ഞാൻ ഹൈറ്റ് എത്തണ്ടേ. മാളദിലീപ് എന്ന് പറഞ്ഞാൽ ഇന്ന് അവനുണ്ട്, ഭയങ്കര ഹൈറ്റാണ്. അവനിപ്പോൾ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവൻ്റെ ഞാനും അവനോടുള്ള ഒരു ഇതാണ്, അവൻ്റെ ഭാര്യയായിട്ടാണ്. ആ സാരി ഉടുത്ത കഥയൊന്നും ഇപ്പോൾ കഴിമ്പുറം വിജയേട്ടനൊക്കെ നേരെ ഫ്രണ്ടിലിരിക്കുകയാണ്. വിജയേട്ടൻ മരിച്ചത് ഞാൻ ഇത് ചെയ്യുമ്പോഴാണ്, നാടകത്തിലാണ് ഞാൻ അന്ന് ചെയ്യുന്നത്. ആ സമയത്താണ് ഞാൻ രജനി സാറിൻ്റെ മുത്തു ചെയ്യാൻ പോയത്. ആ സമയത്ത് മുത്തു ചെയ്തിട്ട് അപ്പോൾ എനിക്കതിനകത്ത് ആദ്യം ചെയ്ത്, അപ്പോൾ എല്ലാവരും പറയും നാടകത്തിനുള്ള സമയത്ത് ഡയലോഗ് പറയുന്നൊരു സ്ത്രീ വേണം, രജനി സാറിന് ചീത്ത പറയുന്നൊരു സീനാണ്. അതിന് ആൾ വേണം പറഞ്ഞപ്പോൾ ഇവർ അപ്പോൾ വാഴംകുളത്ത് വേലപ്പം പറഞ്ഞു കൊടുത്തു, എന്നാൽ കുഴപ്പമില്ല ലീൽ ചേച്ചീനെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് തെറി പറയാനാണെന്ന് പറഞ്ഞിട്ട് വന്നു. എനിക്കറിയാൻ പാടില്ല, ഒരാൾ ഞാൻ തെറി പറഞ്ഞില്ല. എന്തായാലും വന്നപ്പോൾ എന്നോട് പറഞ്ഞു രജനീകാന്തിന് തെറി പറയുന്ന ഒരു സീനാണ്, 2-3 ഡയലോഗേ ഉള്ളൂ, ആര് വേണമെങ്കിലും തെറി പറയ്ക്ക് പൈസ ഒട്ടിയാടിയെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ ചെന്ന് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ചായക്കട ഉണ്ട്, അതിൽ ഇവർ ചായ കുടിക്കാൻ വരുന്നത് ബുളുവായിട്ട് മീന. അപ്പോൾ അത് പിറ്റേ ദിവസം ഉണ്ട്. അപ്പോൾ എനിക്ക് അല്ല അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ആ സീനുണ്ട്.
അപ്പോൾ അന്ന് അല്ല പിറ്റേ ദിവസം അന്ന് നാടകമുണ്ട്. അപ്പോൾ നാടകം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു വരിലൊക്കെ ഇന്ന് നാടകം ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നാടകത്തിന് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് കഴിമ്പ്രം വിജയേട്ടൻ മരിച്ചു, നാടകമില്ല എന്നാണ്. അപ്പോൾ ഇത് അറിഞ്ഞെങ്കിൽ ഞാൻ ആ സീൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ നാടകത്തിന് പോകാൻ വേണ്ടി നിന്ന് ഞങ്ങൾ വിജയേട്ടനെ കൊണ്ടുവരുന്നു. പിന്നെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിജയേട്ടനെ കൊണ്ടുവരുന്ന കണ്ടിട്ട് വിജയേട്ടനെ കണ്ടുകൊണ്ടോ ഞങ്ങൾ തിരിച്ചത്. ആ സമയത്താണ് വിജയേട്ടൻ മരിച്ചത്. ചേച്ചി, നമ്മളീ പറഞ്ഞ പോലെ മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ വേൾഡ് സിനിമ എന്ന് പറയുന്ന പോലെയാണ് തമിഴ് സിനിമയ്ക്ക് എന്നും നാഷണൽ ഇൻ്റർനാഷണൽ വാല്യൂ ഉണ്ട് അല്ലേ? പ്രത്യേകിച്ച് രജനീകാന്ത് ഒരു കണ്ടക്ടറായി ബസ് കണ്ടക്ടറായിട്ട് വന്ന അദ്ദേഹം ഒരു തമിഴ് സിനിമയെ മുഴുവനായിട്ട് കയ്യിലേക്ക് അല്ലേ? അദ്ദേഹമായിട്ടുള്ള ഒരു കൂടിച്ചേരലായിരുന്നു മുത്തു എന്ന് പറയുന്ന സിനിമ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ വല്ല കൂടിക്കാഴ്ചയും പിന്നീടുള്ള അനുഭവങ്ങൾ? കൂടിക്കാഴ്ച ഒന്നും പറയില്ല, ഞാൻ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രജനീകാന്തിനെ ചീത്ത അറിയാനാണെന്ന് പറഞ്ഞു. ആരെ ചീത്ത അറിഞ്ഞാലും പോലെ നമുക്ക് പൈസ കിട്ടിയാൽ എൻ്റെ മനസ്സിലുണ്ട് അതിൽ ഇയാളൊന്ന് കാണുകയും ചെയ്യാമല്ലോ. അച്ഛാ, പക്ഷെ നമുക്ക് അത്ര ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളൊരു ഇന്നത്തെ ഇതൊന്നും നമുക്കറിയാൻ പാടില്ല. ഞാൻ വിചാരിച്ച സിനിമ ആകാശത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നതാണ്. കാണുമ്പോൾ അങ്ങനെ വെള്ളമായിട്ടൊക്കെ അല്ല ഭംഗിയിലല്ലേ വരുന്നത്. നമ്മൾ ഈ കാടന്മാരെ പോലെ ഇങ്ങനെ കാറിപ്പറിച്ച് നടക്കുന്നത്. മാലാഖന്മാര് ഗന്ധർവനും മാലാഖനും ഒക്കെ ആയിട്ടല്ലേ വരുന്നത്. അപ്പൊ എന്തായാലും ചെന്നു. അപ്പൊ ചെന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ രജനി സാർ വന്നു. എല്ലാവരും എന്നിട്ട് വണ്ടി ഇറങ്ങി, ഒരു മലയുടെ പോലുള്ള വണ്ടി ഇറങ്ങിയപ്പോൾ ഭയങ്കര ആരവം. നമ്മൾ സീറ്റിൽ കാണുമ്പോൾ അത്രയൊക്കെ അല്ലേ, പക്ഷെ ശരിക്കും കണ്ട അച്ചിരി ഉള്ളു കൈയും കാലമൊക്കെ. അത്രയും ഒരു മനുഷ്യൻ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക. ചോട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് പുള്ളി വരുന്നത്. അപ്പോൾ ഞങ്ങൾ നീറ്റ പറഞ്ഞു എനിക്കില്ല എൻ്റെ കടവുൾ വന്നാൽ പോലും എഴുതിക്കാൻ കൂടാതെ അത് തന്നെ നമുക്ക് കടവുൾ ഭക്ഷണമാണ് ദൈവം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇയാൾ മൂത്ത വയ്ക്കാൻ പോവുകയാണ്. എല്ലാവരും പുറകെ പോയപ്പോൾ തിരിഞ്ഞവിടെ സത്യം എല്ലാരും ജാതിയായിട്ട് പോവാ. പുള്ളി മുന്നില്, പുള്ളിയുടെ മാനേജരും ഉണ്ട്. ആയിക്കോട്ടെ ഒന്നും. അപ്പൊ പിന്നെ എല്ലാരും പറഞ്ഞ എല്ലാരും ഇങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് വന്ന് ഞങ്ങളോടൊക്കെ ചിരിച്ച് അങ്ങ് പോയി. അപ്പൊ അതിലവർക്ക് പറഞ്ഞു എൻ്റെ മോളായിട്ട് അഭിനയിക്കാൻ ഒരു പെണ്ണും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാടകത്തിൽ എൻ്റെ മോളായിട്ട് അഭിനയിക്കുക റഹീമ. ഇപ്പം ഞാൻ കാക്കിരി എന്ന് വിളിക്കുന്നത്, കരിയും കക്കരിന്ന് അവൻ്റെ പേര്. അപ്പോൾ അവളന്ന് ഒരു കല്യാണം കഴിച്ചിട്ടില്ല, അവൾ നാടകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവളാണ് എൻ്റെ മോളായിട്ട് അഭിനയിക്കുന്നത്. നല്ലോണം അഭിനയിക്കുകയും ചെയ്യും, നല്ലൊരു കുട്ടീനെ അസലായിട്ട് അഭിനയിക്കും. ഇവളെ പറഞ്ഞു കൊടുത്ത് രജനീകാന്തിനെ കണ്ടതോടുകൂടി ഇവളെ മുട്ട് കുറയ്ക്കാൻ തുടങ്ങി. ഡയലോഗ് ഒരെണ്ണം പറ്റില്ല, പപ്പ വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പിന്നെ ആരായാലും പ്രശ്നമില്ല, നമ്മളെ തൊഴിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇയാളിങ്ങനെ ഇതിൻ്റെ മേളിൽ കെട്ടിയിരുന്നത് എൻ്റെ ആങ്ങളമാർ അവിടുത്തെ ഗുണ്ടയാണ്. അപ്പോൾ ഇവളോടൊരു ഉമ്മ ചോദിക്കുക. അതാണ് സീന്. മുത്തകോ അതിനിങ്ങനെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ വരുമെന്ന് നോക്കുമ്പോൾ ഇവള് അവളുടെ ഡയലോഗ് കേട്ടാറല്ലേ ലീല ചേച്ചിയെന്നും വിളിച്ചാൽ കാര്യണത്. ഞങ്ങളുടെ ഡയലോഗ് അവിടെ തന്നെ പിടിച്ചതാ, ലീല ചേച്ചിയെന്നും വിളിച്ചാൽ കാര്യം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓടി ചെന്ന് നോക്കുമ്പോൾ പുള്ളി ഇങ്ങനെ പേടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ ഇവക്ക് കിട്ടുന്നില്ല. അപ്പോൾ പറഞ്ഞ് അമ്മ ഒന്ന് ചൊല്ലിക്കൂടമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കൊടുത്തിട്ട് അവൾക്ക് പേടി മാറ്റാൻ എന്നെ കൊണ്ട് പറ്റുമോ? അപ്പോൾ ഞാൻ ഇത് എനിക്ക് പറഞ്ഞു ഇത് പാര് இந்த மாதிரி தான் நடிப்பு. അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു നീ ചെന്നൈയിലേക്ക് വാങ്ങോ, നമുക്ക് ഞാൻ വേല വാങ്ങിത്തരാം, സൂപ്പർ ആർട്ടിസ്റ്റ്. അതിപ്പോൾ കഴിഞ്ഞ എറണാകുളത്തേക്ക് എന്നപ്പോൾ പറഞ്ഞല്ലോ ഞാൻ മരുത് പാത്തേ നീ ടാലൻ്റ് ആർട്ടിസ്റ്റ് അങ്ങനെ കൊടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്ക് നാഷണൽ അവാർഡ് കിടച്ച മാതിരി ഇരിക്കും. ഇല്ല നല്ല സൂപ്പർ ആർട്ടിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 3-ാം ദിവസം ഞങ്ങൾ അഭിനയിക്കാൻ തുടങ്ങി. 3-ാം ദിവസം ഇതും സാറിന് ഓർമ്മയില്ലല്ലോ, എപ്പോഴായാലും എന്നെ വന്ന് ഇരിക്കാൻ പറയും. അവരാര് നമ്മളാരും, നമുക്കൊരു ബഹുമാനം നമുക്ക് വേണ്ടേ. ഇരിക്കുമെന്ന് പറഞ്ഞാൽ അവരോട് ചെയർ ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് വിട്ടിരിക്കും. സാർ ആ ചെയർ വലിച്ചും കൊണ്ട് ഇട്ടിട്ട് ഇരുത്തും. അപ്പോൾ ഞാൻ പറഞ്ഞേ സാറ് കൂടെ ഞാൻ മുന്നേറി നിൽച്ചിരിക്കുക. എന്താ പടം മുത്തു, ഇത് എന്നെ ക്യാരക്ടർ. അപ്പം ഇങ്ങനെ കുറച്ച് ഞാൻ അത്ര അടുത്തിരിക്കില്ല, കുറച്ച് വിട്ടായിരുന്നു ചെയറിട്ടിട്ടും. என்ன கேரக்டர் நான் தான் சார்னு திட்டுது. ஆனால் எங்கள் அண்ணா அங்கே குண்டா அவர் தான் ஆளுமையிலே கட்டி போட்டு இருக்கிறது. என் பொண்ணுக்கிட்ட தான் கிஸ்ஸு கேட்குறது. நான் தான் உங்களை திட்டுது. அது நீங்களா? ஆமாம் சார். அப்போ உங்களுக்கு எத்தனை வயசாச்சு? അപ്പോൾ എൻ്റെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ உங்களுக்கு എത്ര വയസ്സാച്ചെന്ന്. അത് ഈ എണ്ണാത്ത കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ റഹീമയുടെയും സ്റ്റില്ലും ഞാനും സാറും കൂടി ഉള്ള അണ്ണാത്തേത്തെ സ്റ്റില്ലും ഈ സ്റ്റില്ലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഉണ്ടല്ലോ അതിൻ്റെ മൊബൈൽ. അനുഭവങ്ങളിലൂടെ പോയ മലയാള സിനിമയിൽ മലയാള സിനിമയിൽ എൻട്രി എന്ന് പറയാൻ ഞാൻ രജനി സാറിൻ്റെ കൂടെയാണ്, മുത്തൂലാണ്.
ഈ കുഴപ്പമുള്ള ലീല എന്നാണോ അല്ലെങ്കിൽ കുഴപ്പമുള്ള ലീല എന്നാണോ വിളിക്കുന്നത്? അല്ല കൊലപ്പുള്ളി. നിന്റെ മുന്നിൽ എപ്പോഴേലും കൊലപ്പുള്ളിയായിട്ട് മാറും ഞാൻ. എന്ത് ഈ കുഴപ്പമുള്ള ലീല എന്ന് വിളിക്കുന്നത് എനിക്ക് മനസ്സിലായി. കുളപ്പുള്ളി തീരാന്ന് വിളിക്കുന്നത് ഞാൻ അന്ന് കുളപ്പുള്ളിയിലാണ് താമസിച്ചിരുന്നത്. അതായത് മാടൻ അനിയൻ തിരുമേനിയുടെ ഒരു കുഞ്ഞുകുട്ടൻ തിരുമേനൊക്കെ കിട്ടില്ലേ, അയാളുടെ അനിയനുണ്ടായിരുന്നു, ഒരു അനിയൻ തിരുമേനി. അദ്ദേഹത്തിന് ഹിരൺമയണ പാത്രൻ എന്നുള്ള നാടകം ചെയ്യാൻ പോയി. നാടകം ചെയ്യാൻ പോയിട്ട് ഫസ്റ്റ് സീൻ എടുത്തിട്ട് ആ സീൻ കഴിഞ്ഞപ്പം തിരുമേനി പറഞ്ഞു, ലീല കൊണ്ട് വരൂ, ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. എന്താ സാറേ റേഡിയോ സ്റ്റേഷനിൽ ഓഡീഷന് പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ സാറേ, ലീലയുടെ നല്ല ശബ്ദമാണ്, നല്ല അക്ഷര സ്ഫുടതയുണ്ട്, അതുകൊണ്ട് പോയി ഓഡീഷന് പോയാൽ പാസ്സാവും. എനിക്കറിയാൻ പാടില്ല തിരുമേനി, ഞാൻ പോയിട്ടില്ല. അപ്പോൾ തിരുമേനി എന്നെ അവിടുന്ന് ഫോമിന് അയച്ചു കൊടുത്ത്, ഫോം തന്ന് തിരുമേനി എന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് അയച്ചു. അങ്ങനെ ഓഡീഷന് പോയി, ഓഡീഷൻ പാസ്സായി. 3000 പേരുണ്ടായിരുന്നു അന്ന്, 2 ദിവസത്തെ ഓഡീഷൻ. അപ്പം മോഹൻ ബോഴത്ത് എന്ന് പറഞ്ഞ ഒരു നാടകം ഉണ്ടായിരുന്നു, അവന് ഞാനേ പാസ്സായുള്ളൂ 3000 പേരിലേക്ക് വെച്ചിട്ട്. മോഹൻ ബോഴത്ത് ഇപ്പോൾ മരിച്ചു കേട്ടോ. അങ്ങനെ നാടകം ഇതായിട്ട് ഫസ്റ്റ് നാടകത്തിന് പോയി. അപ്പോൾ തങ്കമണി ചേച്ചി ഇട്ട പേരാണ് കുളപ്പുള്ളി ലീല. ഞാൻ താമസിക്കുന്ന കുളപ്പുള്ളി എന്നറിയാം, അതായത് കൺവെൻസ് വരുമല്ലോ അവര്, ദൂരം അനുസരിച്ചാണല്ലോ തരിക. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണല്ലോ, ഡിസ്ട്രിക്ട് മാറിയല്ലോ. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ തങ്കമണി ചേച്ചി, ഞാൻ ഈ റേഡിയോ നാടകം ആദ്യമായിട്ടല്ലേ, അപ്പോൾ ഒരു 1.5 കിലോമീറ്റർ മൊത്തം നടന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നടന്ന് പറഞ്ഞിട്ടുണ്ട് നാടകം 9 മണിക്ക് എല്ലാവരും കേൾക്കണം. ഒരിടത്ത് ചെന്നപ്പോൾ ഒരു റേഡിയോ കേടാണ്. ഞാൻ അവിടുന്ന് വാങ്ങിയിട്ട് 1.5 കിലോമീറ്റർ നടന്ന് കുളപ്പുള്ളി ചെന്ന് ബസ് കയറി ഷൊർണൂർ പോയി റേഡിയോ നന്നാക്കി കൊണ്ട് കൊടുത്ത് നാടകം കേൾക്കാൻ പറഞ്ഞിട്ട്. ശരണാർത്ഥികൾക്ക് സ്വാഗതം, അതേ നാടകത്തിൻ്റെ പേര്. എത്രയോ വർഷങ്ങളായി. രാജു കൂർക്കഞ്ചേരി മരിച്ചു ഇപ്പം, നാടകം എഴുതിയ നാള് തൃശ്ശൂർ കൂർക്കഞ്ചേരി. അങ്ങനെ അതേക്ക് അങ്ങനെ ഇതൊക്കെ മുഴുവനായില്ല. അപ്പോൾ കൊണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് ഞാൻ നാടകം കേൾക്കാൻ 9 മണിക്കാണ് നാടകം, 7 മണിക്ക് റേഡിയോ തുറന്നിച്ച് കാത്തിരിക്കുക. അനൗൺസ് വന്നപ്പോഴേ ഞാൻ ലീലാട്ട് ഷോമാർന്നാണ് എഴുതി കൊടുത്തത് പേരവിടെ, അഡ്രസ്സ് കുളപ്പുള്ളി ലീലാന്ന്. അങ്ങോട്ട് സങ്കടം വന്നു, കരച്ചിൽ വന്നു. കുളപ്പുള്ളി ലീല എന്ന് പറഞ്ഞാൽ എന്നെ ആരെങ്കിലും അറിയാം, ആൾക്കാരറിയണം. അന്നത്തെ അതാ, ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല, അറിയണം. ഈ കുളപ്പുള്ളി ലീല എന്ന് പറഞ്ഞാൽ ആരും അറിയാം. ഞാൻ ലീലാ കൃഷ്ണമാർന്നല്ലേ നാടകത്തിലൊക്കെ അനൗൺസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങോട്ട് സങ്കടമായി, വിളിക്കാനും പറയാനും വല്ലതും വൃത്തിയുണ്ടോ. ഇത് കഴിഞ്ഞ് 3-ാമത്തെ മാസത്തിൽ ഒരു നാടകം കൂടി കിട്ടി. അന്ന് ചെന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ പരാതി പറഞ്ഞു, തങ്കമണി ചേച്ചി എന്ത് പണിയാണ് ചെയ്തത്, എൻ്റെ പേരെന്തിനാ മാറ്റിയത്, ഞാൻ കുളപ്പുള്ളി ലീല എന്നല്ലല്ലോ, ഞാൻ ലീലാ കൃഷ്ണമാർ നല്ല എഴുതുക, എന്നെ ആരെങ്കിലും എഴുതി തന്നത് എന്നെ ആരെങ്കിലും അറിയാം. അങ്ങനെ മതി, ഇപ്പം നിന്നെ അത്രയും ആൾക്കാർ അറിഞ്ഞാൽ മതി, എനിക്ക് സൗകര്യമില്ലേന്ന് അത് ഇടാൻ, വേണമെങ്കിൽ ഒന്ന് സഹിച്ചോന്നും പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഫീഡൊക്കെ ആയി, കുളപ്പുള്ളി ലീ എന്നുള്ള പേര് നല്ല ഹിറ്റായി വന്നപ്പോൾ ഒരു ദിവസം ചെന്നപ്പോൾ ചെവിക്ക് പിടിച്ചു, ഇപ്പം എങ്ങനെ ഉണ്ടടി കുളപ്പുള്ളിലാണ്. തങ്കമണി ചേച്ചി ഇട്ട പേരാണ് കുളപ്പുള്ളി. കോഴിക്കോട് മുക്കമ്പന്നിക്കോട്. നാടകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അന്നൊന്നും ഞങ്ങളുടെ ആൾക്കാരും നാടകത്തിൽ പോവില്ല. അപ്പം അതല്ലേ ഞങ്ങൾ ഉലകം ചുറ്റും വാലിബനായത്. അപ്പം എല്ലാവരും അതിനെ എതിർത്തു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ അമ്മയാണ് ഞാനൊരു കലാകാരിയാവുള്ളൂ, ഏറ്റവും വലിയ ആള് അമ്മ. അവൻ്റെ കുടുംബക്കാരെല്ലാവരും ഇതായിരുന്നു, നായന്മാരല്ലേ, ജാതിയിൽ നിന്ന് വരെ പുറത്താക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, അവൻ്റെ 16 വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. 16 വയസ്സ് 1 മാസമായിട്ടേ ഉള്ളൂ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞല്ലോ, ഇപ്പം ഉണ്ടായിട്ട് കാര്യം എന്ത്, 1 മാസം അമ്മായിമ്മയുടെ അടുത്തും കിടന്നുണ്ട്, ഒരാഴ്ച ഏടത്തിമ്മയുടെ അടുത്തും കിടന്നു, കല്യാണം കഴിച്ചു കൊടുത്തിട്ട്. അത്രയും വിവരം ഉണ്ടായിരുന്നു. അപ്പം ഇത് ആ വിവരം ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കുമോ, വിവരം ഉണ്ടെങ്കിൽ എവിടെ എത്തിയേനെ. അപ്പോൾ അമ്മ പറഞ്ഞ്, ആരും എന്തിനാ പറയണം, അവൾ ഒരുത്തനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്, അവൻ ആർക്കും ഇഷ്ടമാണെങ്കിൽ അവൾ പോയിക്കോട്ടെ. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിൽ എത്തിയത്. അപ്പോൾ പിന്നെ ഞാൻ അതെപ്പോഴും നാടകമാണ്. കാരണം എന്താ വെച്ചാൽ സിനിമ ഹൈ ആണ്, മറ്റേത് ലോ ആണ്. ഒരുപാട് വ്യത്യാസമുണ്ട്. അല്ല, ഒരുപാട്, അതായത് അഭിനയത്തിൽ വ്യത്യാസമുണ്ട്, കോസ്റ്റ്യൂമിൽ വ്യത്യാസമുണ്ട്, ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ട്, പേയ്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ പറയാതെ തന്നെ അറിയാലോ. പിന്നെ ക്യാമറയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓവർ അഭിനയം വേണ്ട. നാടകം അന്നെന്ന് പറഞ്ഞു അല്ല, ഇതില് പിന്നെ അന്നൊക്കെ ഫിലിമല്ലായിരുന്നു. ഞാൻ ഫിലിമിൽ 3 അഭിനയിച്ചിട്ടുണ്ട്. കമൽ സാറിന്റെ അയാൾക്ക് കഥയാണ്, മധുരനൊമ്പരക്കാറ്റ്, വേറെ ഏതോ ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ട്. ഉണ്ട് എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് ചെയ്താണ്. അപ്പൊ അതല്ലേ ഇവിടെ എനിക്ക് ആളെ അറിയാന്ന് പറഞ്ഞാൽ അതല്ലേ. അയാൾ പ്രൊഡ്യൂസർ ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ടാണ് മധുരനൊമ്പരക്കാറ്റ് 1.5 കോടി രൂപ ചെയ്ത് നല്ലോണം പൈസയും പോയിട്ടുണ്ട്. കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു.